നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇഷ്ടായോ നിനക്ക്? അയ്യോ എന്റെ ഉദയനുരമ്മേ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. മുല്ലപ്പൂ ഏത് പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത? ഞാനിത് ഗായത്രി അമ്മയുടെ ഫോട്ടോയിൽ ചാർത്തട്ടെ? ഇത് ഞാൻ അമ്മയുടെ ഫോട്ടോയിലിടാൻ വേണ്ടി വാങ്ങിയതല്ല, നിനക്ക് വേണ്ടി വാങ്ങിയതാ. നിന്റെ മുടിയിൽ ചൂടാൻ വേണ്ടി. ഇങ്ങനെ ഒരു മണ്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എനിക്കിത് കാണാൻ വയ്യേ. നാളത്തെ പത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാം, ലോകത്തിൽ ആദ്യമായി ഒരു തത്ത ആത്മഹത്യ ചെയ്ത വാർത്ത. മണിക്കുട്ടാ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, വിശാൽ സാർ പറയുന്നത് മനസ്സിലാവില്ല. നിന്നോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. വിട്ടുകള മണിക്കുട്ട. ഈ പാർവതി ഒരു പാവല്ലേ, ഗ്രാമത്തിലെ പെണ്ണല്ലേ. അവൾക്ക് എല്ലാം മനസ്സിലാവാൻ അല്പസമയം വേണ്ടി വരും. പാവം പോലും. ഇവളൊരു സ്പെഷ്യൽ കേസാ. ഇവളിതെല്ലാം മനസ്സിലാക്കി വരുമ്പോ വയസ്സാവും. വിശാൽ സാർ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചതില് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, നീ പറഞ്ഞതില് ഒരു തെറ്റുമില്ല. ഞാൻ ചുമ്മാ ചിരിച്ചല്ലേ. ഈ മുല്ലപ്പൂവെ നീ തലയിൽ ചൂടിക്കോ. ഇത്രയും പൂവ് ഞാൻ തലയിൽ വെക്കണോ? ഇതിന്നെ നിനക്ക് ആവശ്യമുള്ളത് നീ തലയിൽ വെച്ചോ. നിനക്കറിയില്ലേ എത്ര വേണമെന്ന്? എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചതാ. ബാക്കിയുള്ള പൂവ് നമുക്ക് ബെഡിലിടാം. ബെഡിലിടാനോ? അതെന്തിനാ? ഈ സാർ എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പോന്നു. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഈ മുല്ലപ്പൂവെ ഞാൻ തന്നെ നിന്റെ തലയിൽ ചൂടിത്തരാം. തിരിഞ്ഞേക്ക്. എന്നാലേ ഞാൻ എന്റെ മുറിയിലേക്ക് പോയിക്കോട്ടെ. ഏയ്, അതെങ്ങനെ ശരിയാവും? അതൊരു പോക്ക. ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ. ഒറ്റയ്ക്ക് കിടക്കാനേ എനിക്ക് ഭയങ്കര പേടിയപ്പോ. ഇത്രയും നാളും ഒറ്റയ്ക്കല്ലേ വിശാൽ സാറ് കിടന്നത്? ഇപ്പൊ എന്താ ഒരു പേടി? ഇനി പേടി മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് അടുത്തേക്ക് വാ, എന്റെ പേടി തനിയെ മാറിക്കോളൂ. അതെ, എനിക്ക് വേറെ പണിയുണ്ട്. പോട്ടെ. അല്ല, നോക്കേച്ചി, ഈനാപ്പേച്ചി മരപ്പെട്ടി ഒരേ കൊടുക്കഴിൽ
ആ കോമ്പിനേഷൻ അത്ര ശരിയല്ലല്ലോ ചേച്ചി. വാ. എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്? ഞാൻ ജാസ്മിന്റെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. ഓ, ചില സാരോപദേശങ്ങളും. ജാസ്മിനെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നോ പാർവതി? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ഉപദേശം മാത്രമല്ല ആന്റി, ദാമ്പത്യ ജീവിതം എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പാർവതിക്ക് എന്ത് യോഗ്യതയുള്ള? ദാമ്പത്യം എന്താണെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, അനുഭവജ്ഞാനം ഇല്ലല്ലോ. പ്രതാപൻ സാറിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയും ഞാൻ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴേ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കും. ഇവളത് പറഞ്ഞു തരും. ഓ, ഉത്തരവ്. ആന്റി, നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല കാര്യങ്ങള്. വിശാലുമായിട്ട് ഇവള് ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു പോലും. തെളിവ് സഹിതമാ എന്നോട് പറഞ്ഞത്. എന്ത് തെളിവ്? അതൊക്കെ അവളുടെ സ്വപ്നം മാത്രമാണ് ജാസ്മിൻ. നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. സ്വപ്നമൊന്നും അല്ല ആന്റി, യാഥാർത്ഥ്യമാ. ദാ അവളുടെ തലയിലേക്കൊന്ന് നോക്കിയേ. ആ മുല്ലപ്പൂ വിശാല് വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തതാ പോലും. എടീ, സത്യമാണോ? വിശാല് തന്ന മുല്ലപ്പൂവാണോ ഇത്? ഞാൻ കള്ളം പറയാറില്ല. ഓ, അതിനർത്ഥം വിശാലിന് നിന്നോടുള്ള എല്ലാ ദേഷ്യവും മാറിയെന്ന് അല്ലേ? ആ അപൂർവമായ റൊമാൻറ്റിക് സീൻ മിസ്സായില്ലേ ചേച്ചി? അതോ, അത് ജാസ്മിനോട് ചോദിച്ചാൽ മതി. അവള് കണ്ടു കാണും. അവളല്ലേ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ മിടുക്കി. ആന്റി, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എന്തൊരു അഹങ്കാരം അവക്ക്. ജാസ്മിൻ, നീ ടെൻഷൻ അടിക്കാതെ. അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂ വാടാൻ അധിക നേരമൊന്നും വേണ്ട. വിശാൽ നിന്റെ മാത്രമാണ് ജാസ്മിൻ. അതൊരു പാർവതിക്കും തടയാൻ പറ്റില്ല. ഈ പ്രഭാവതിയാ പറയുന്നത്. പ്രഭാവതി വെറും വാക്ക് പറയാറില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.